ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം ഗൈസ്. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നതാണ്. ഞാനിപ്പോൾ സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ പൗഡറൊക്കെ ആദ്യം ഇട്ടു ഗൈസ്. അതിപ്പം പൗഡർ ഇത് ലിപ്സ്റ്റിക്ക് എവിടെ? ലിപ്സ്റ്റിക്ക് അല്ല, ഒരു ലിപ് ബാമാണ് ഗൈസ്. ഇതാണ്. പിന്നെ ഗൈസ് ലിപ് ലൈറ്റ് ഞാനിതൊക്കെ ഇട്ടിട്ടേ പോകുള്ളൂ ഗൈസ്. ഇങ്ങനെ ലിപ് ലൈറ്റ്, ലിപ് ബാം ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഗൈസ് കൺമഷി ആദ്യം ഇടണ്ട, ഐലൈനർ എഴുതിയിട്ട് എഴുതാം, ഇല്ലെങ്കിൽ എൻ്റെ പണി പാളും. ഗൈസ് തുറക്കാനെന്താ കിട്ടാത്തത്? കിട്ടി ഗൈസ്. എനിക്ക് ക്യാമറ നോക്കിയിട്ട് അറിയില്ല, പറ്റില്ല ഗൈസ്. എനിക്ക് ക്യാമറ നോക്കിയിട്ട് കിട്ടൂല. അപ്പോൾ ഗൈസ് നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാം. ഗൈസ് ചെറിയൊരു ട്രാൻസ്ലേഷൻ ചെയ്ത് കണ്ണെഴുതിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ ഐലൈനർ എഴുതുക. ഓക്കെ. അപ്പോൾ ഗൈസ് പിന്നെ നമ്മുടെ കണ്ണമശി ഞാൻ എങ്ങനെ വരച്ച് എഴുതിയെടുക്കും. കുറച്ച് നീറ്റമുണ്ട്, കുഴപ്പമില്ല, സഹിക്കാം. ഈ വെളിച്ചം ഗൈസ് ഓവറാണ്, നമുക്ക് പെട്ടെന്ന് പറയാനും പോകാം. പിന്നെ ഗൈസ് പൊട്ട്, ഞാൻ ഇന്ന് ബ്ലാക്ക് പൊട്ടാണ് തുറന്നത്. ശരിയായോ ഗൈസ്? ഇനി നമ്മുടെ മുടി പരിപാടി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. അത് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വേണ്ടിയിട്ട് വേഗം കുളിച്ച് ഓടി വന്നതാണ്. ഇന്ന് കുറച്ച് നേരത്തെയാണ്. ഓക്കെ, ഇന്ന് 2 സൈഡാണ്, അല്ല ഇന്ന് മടങ്ങിയിട്ടാണ്, സോറി, 2 സൈഡ്. എന്നും ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ പോലെ രാമ. ഇന്ന് ഞാൻ കുളിച്ചാൽ ചെയ്യും വേറെ ഹെയർ സ്റ്റൈൽ, കുളിച്ചില്ലെങ്കിൽ ഒരേ ഹെയർ സ്റ്റൈലാണ് ഗൈസ് എന്നും. അപ്പോൾ ഗൈസ് ഇതിങ്ങനെ എടുക്കണം, ഇതിങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് പിരിക്കും. എന്നിട്ട് ഒരു കുഞ്ഞു ക്രാബുണ്ട് ഗൈസ്, അതാണ് ഇടുക. അതിപ്പോൾ കാണാനില്ല. കുഞ്ഞു ക്രാബ് ഒക്കെ കൂടി പോയി ഗൈസ്. ഈ ഒരു സ്ലൈഡാണ് ഇപ്പോൾ തൽക്കാലം കുത്തുന്നത്. തൽക്കാലം ഗൈസ് എനിക്ക് ഈ ലൈറ്റ് കാരണമൊന്നും കാണാനില്ല. ഇതാണ് ഗൈസിൻ്റെ കോട്ട്. എനിക്ക് ഭംഗിയുണ്ടോ? ഇന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ഞാൻ കുളിക്കാത്ത ദിവസം, എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങനെ കിട്ടിയാൽ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നും ഇങ്ങനെ ആയിരിക്കും. ഇനി കുളിക്കാത്ത ദിവസം എപ്പോഴും എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതായിരിക്കും, മേക്കപ്പ്. അപ്പോൾ ഗൈസ് നമുക്കിത് മടങ്ങിടാം. അതൊരു ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ. ഇത് വേറെണ്ടോ? വേറെന്തോ? ആ ബണ്ണയുടെ നിങ്ങളോട് അല്ല കേട്ടോ, ഞാൻ ബണ്ണ് കിട്ടി ഗൈസ്. ഞാൻ പിങ്ക് ബൺ ആണ് ഇടുന്നത്. ഓക്കെ, ട്രാൻസ്ലേഷൻ ചെയ്യാം ഗൈസ്. ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുത്തത് ഞാൻ സൈഡിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മടങ്ങിയിട്ടപ്പോൾ ഭംഗിയില്ല തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ്. പിന്നെ നമുക്കിവിടെ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് പോലത്തെ ഈ സാധനമുണ്ട് ഗൈസ്. ഇതെനിക്ക് ഗിഫ്റ്റാണ്, മൈ ബർത്ത്ഡേ ഗിഫ്റ്റ്.
എന്നിട്ട് ഇവിടെ ഒന്ന് മുടി തൂയും കിടക്കുന്നുണ്ട്. അത് ഇത് മുകളിൽ കണ്ണാടിയാണ് ഗൈസ്. എനിക്കിതിലാവുമ്പോൾ ലൈറ്റ് കാരണം മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് ഇത് ഷോർട്ടല്ല, വീഡിയോ ആണ്. ഷോർട്സിൽ ഇടാൻ പറ്റും നോക്കട്ടെ. ഇതിപ്പോൾ 5 സെക്കൻഡൊക്കെ ഉണ്ടാകും. എങ്ങനെയാണ് ഗൈസ് ഷോർട്സിലിടാം? ഞാൻ കുറച്ച് പാർട്സ് ആയിട്ട് ഇടാം. ഓക്കെ. കണ്ണൊക്കെ പറന്ന് ഗൈസ്, കണ്ണ് വരുന്നു. കുഴപ്പമില്ല ഗൈസ്, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ കമ്മലിട്ടില്ല. എന്താ ഇപ്പം ഞാൻ കാട്ടുന്നത്? ഞാനൊന്നും മാല ഇടുന്നില്ല കേട്ടോ ഗൈസ്. അതും കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. ഇന്ന് ഞാൻ മാല ഇടുന്നില്ല, കമ്മലാണ് ഇടുന്നത്. ഇത് ദിശ്വനാണ് ഗൈസ്. കയറാൻ കുറച്ച് പാടുണ്ട്. നമുക്കിത് അപ്പുറത്തെ കഥയിലൂടെ അങ്ങനെ ഗൈസ്, അതും ഞാനൊരു ട്രാൻസ്ലേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഗൈസ് മോതിരം.